ചെറിയൊരു അനുഭവം കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ ഉംറക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ സ്ഥിരം എനിക്ക് ഇഷ്ടമുള്ളൊരു വലിയൊരു പണ്ഡിതനുണ്ട്, കാലിഫോർണിയക്കാരനാണ്, വലിയൊരു ആലിമാണ്, ഷെയ്ഖ് ഹംസ യൂസുഫ്. ഹറമിലെത്തിയപ്പോഴും ഞാൻ തോരുന്ന പടച്ച റബ്ബേ, ഷെയ്ഖ് ഹംസ യൂസുഫിനെ അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീം മുറാദ്, ഇവരൊക്കെ വലിയ വലിയ ആലിമ്യങ്ങളെ ജീവിച്ചിരിപ്പുള്ള പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് പ്രൊഫസർ അബ്ദുൽ ഹക്കീം മുറാദ്, ഹംസ യൂസുഫ് സൈത്തൂന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ, ലോകത്ത് ഒരുപാട് ദഅവി പ്രവർത്തനം ചെയ്യുന്ന വലിയ സുന്നി പണ്ഡിതന ഷെയ്ഖ് ഹംസ യൂസുഫ്. 18-ാം വയസ്സിൽ മുസ്ലിമായ ആളാ, ക്രിസ്ത്യാനിയായിരുന്നു. മാർക്ക് ഹാൻസൺ എന്നായിരുന്നു ഇന്ന് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഇൻ വെസ്റ്റ്. CNN-കാർ പോലും അല്ലെങ്കിൽ വലിയ വലിയ ABC ചാനലുകാർ പോലും ഹംസ യൂസുഫിനെ ഒരു ഇസ്ലാമിക വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുക. അത്രയും പ്രഗത്ഭന, വലിയ ആലിമാണ്, തസൂഫ് പഠിച്ച ആളാണ്, ഫിഖ് പഠിച്ച ആളാണ്, കിതാബ് പഠിച്ച ആളാണ്. അൾജീരിയയിലും മൊറോക്കയിലും UAE-യിലും ഒക്കെ വന്ന് 20ഓളം കൊല്ലം അറബ് ഭാഷയും ആദാബുകളും നമ്മുടെ ഉലൂമും ഉസൂലൊക്കെ പഠിച്ച പണ്ഡിതനാണ് ഹംസ യൂസുഫ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ, പക്ഷെ കണ്ടിട്ടില്ല. അദ്ദേഹം കാലിഫോർണിയയിലാണ്. നമ്മുടെ UAE-യിൽ മക്കത്ത് ചെന്ന ഈ കോടാനുകോടി ആൾക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാ ഒരാളെ തെരഞ്ഞുപിടിക്കുക? അതെ, കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരാളെ തെരഞ്ഞു പിടിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ കറാമത്തുള്ളവർക്കൊക്കെ നടക്കൂട്ടോ. കണ്ടാലറ്റ അറിയോ? അള്ളാഹിനോട് ഞാൻ ദുആയിരുന്നു, യാ പടച്ചോനെ, ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഒന്ന് മുട്ടിച്ചു തരണം പടച്ചോനെ, ഒന്ന് കാണണം. ആകെ 5 ദിവസത്തിനാ പോയത്. അതാ അള്ളാഹിനോട് ചോദിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് നബിനോട് നേരിട്ട് ചോദിച്ചുകൊണ്ടെങ്കിലേ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവൂലേനോ? എന്ത് പണി ഞങ്ങൾ കാട്ടിയത്. മക്കയിൽ നിന്നൊന്നും കാണാൻ പറ്റിയില്ല. മദീനത്തെത്തി, അതിന് കുടുംബം കൂടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ ഹറമിന്റെ പുറത്ത്, മദീനത്തെ പള്ളിയുടെ പുറത്തുനിന്ന് ജന്നത്തുൽ ബഖീക്ക് പോകുന്ന സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലൂടെ അങ്ങ് നടക്കുകയാണ്. അപ്പൊ എനിക്ക് നടക്കാൻ വയ്യ. നിങ്ങൾ ഈ ആമിമയിലും പന്തയം വെച്ച കഥ പറയും പോലെ കഥ പറയാൻ നിൽക്കല്ലേ, കാര്യമാണ് പറഞ്ഞൂടി. എവിടുക്കാ നിന്ന് കിട്ടണത്? കാത്തിരിക്കണവന്റെ ക്ഷമക്കൂലൊരു പരിധി. ഭയങ്കര ക്ഷീണിച്ചു. ഇപ്പം ഭാര്യയുടെ കുട്ടിയോട് പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുക, കുറച്ചു നേരം ഇരിക്കുക, ആരും കൂടല്ല, ഇരിക്കാം. ഇരുന്നു. ഞാൻ പടച്ചോനെ തളർന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ചെയ്യാറ്. നിങ്ങളെ കുതിരത്ത് പറയാൻ നിൽക്കല്ലേ, കാര്യം പറയും മൂല്യാരെ. അവിടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഷെയ്ഖ് ഹംസ യൂസുഫ് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അങ്ങനെ നടന്നൊരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാലിഫോർണിയക്കാരനായ മനുഷ്യനാണ് പെട്ടെന്ന് അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ആകാശത്ത് നിന്ന് ഇറങ്ങിയതാണാവോ അതോ ഭൂമിയിൽ നിന്ന് പൊന്തിയതാണാവോ? ഷെയ്ഖ് ഹംസ യൂസുഫ് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അങ്ങനെ നടന്നൊരു കന്തുറൊക്കെ ഇട്ടിട്ട് നല്ല തലപ്പാവ് കെട്ടിട്ട് പോവാണ്. കണ്ട ഒരു യമനി പണ്ഡിതനെ കാണുള്ളൂ. ഞാനങ്ങ് ഓടിച്ചെന്നു. അപ്പൊ അദ്ദേഹം അറബിയിൽ സംസാരിച്ചുകൊണ്ട് പോവാ. ഞാൻ ചോദിച്ചു, ഷെയ്ഖ് ഹംസ യൂസുഫ് അല്ലേ എന്ന് ചോദിച്ചു. അതെ, പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചു. ഇപ്പൊ അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് എല്ലാ ഭാഷയും അറിയണല്ലോ. ആദ്യം മലയാളത്തിൽ ചോദിച്ചു ഷെയ്ഖ് ഹംസ യൂസുഫ് അല്ലേന്ന്, പിന്നെ ഇംഗ്ലീഷിലായിട്ട് സംസാരിച്ചു. കാരണം ഇംഗ്ലീഷും അറിയാം എനിക്ക്. ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരൻ വളരെ അടുത്ത സുഹൃത്തുക്കളെ പറഞ്ഞു, ഇതാ ഷെയ്ഖ് ഹംസ യൂസുഫ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഓടിക്കതച്ച് അദ്ദേഹം വന്നു. യാ അല്ലാഹ്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ദ്വാരുന്നത്, اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها. ഈ സ്വലാത്ത് ദുആ ചെയ്തത് നാരിയ സ്വലാത്ത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവല് ചൊല്ലണ നരകത്തേക്കുള്ള സ്വലാത്ത് അയാളും ചൊല്ലിന്ന്. കളവ് പറയണീന് ഒരു പരിധിയൊക്കെ വേണ്ട മുസ്ലിയാരെ. 2 സ്വലാത്തോട് ഹറമിന്റെ മുമ്പല്ലേ, അഷ്റഫുൽ ഖൽഖിന്റെ ഹദറത്തിലല്ലേ. യാ അല്ലാഹ്, നമ്മളൊരു ആഗ്രഹം പടച്ച തമ്പുരാനോട് പറഞ്ഞു, അല്ലാഹു തആല സാധിപ്പിച്ചു. എങ്ങനെയാണ് ഇപ്പൊ ഇത് സംഭവിച്ചത്? എനിക്ക് ഭയങ്കര അത്ഭുതം. എന്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്തു. അപ്പൊ ഹംസ യൂസുഫിന്റെ ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖിന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, ഷെയ്ഖിന് അത് ഇഷ്ടമല്ല. പക്ഷെ എങ്ങാനും അതിൽ ഫോട്ടോ തന്നെ പെട്ടുപോയി. ബഹുമാനപ്പെട്ടവരെ കണ്ടൊരു വലിയൊരു അനുഭവം പറയാം. എങ്ങനെ ഇപ്പൊ കോടാനുകൂടി ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം ആ നേരത്ത് വന്നു, ഒന്നും നമുക്ക് അറിയുന്നില്ല. അത് വലിയൊരു കറാമത്ത് തന്നെയാണ്. കറാമത്തോണ്ട് വന്നേനെ, വേറെ ഒന്നുമല്ല. ഇത് സംശയിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് അതിലും വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അല്ലാഹു തആല ചിലതിനങ്ങ് മുട്ടിച്ചു തരാണ്. മനസ്സിലൊരു ആഗ്രഹം പടച്ചവനോട് പറയുമ്പോ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു. അല്ല മുസ്ലിയാരെ, ഇന്ന് വരെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നത് അള്ളാന്റെ റസൂലിനോട് ശിക്കായത്ത് ചോദിച്ചോളി, ഷഫായത്ത് ചോദിച്ചോളി, വിളിച്ചോളി, ദ്വാരുന്നോളി എന്നൊക്കെയാണ്. അത് അങ്ങനെ ദ്വാരുന്നോലും ഉണ്ട് നിങ്ങളെ കൂട്ടത്തില്. ഇപ്പൊ നിങ്ങൾ പറയണം അള്ളഹാനോട് പറയാന്ന്. നിങ്ങൾ ഈ വിരോധാഭാസത്തിനായിട്ട് നിൽക്കല്ലോ. അണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും ഇങ്ങനെ ആയാല്. ചില റൂഹുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ അവരൊക്കെ സുന്നി സൂഫികളാണ്. ഇത് ഇവര് മാത്രമല്ല, ഇന്നത്തെ സുന്നി സൂഫികളായി പറയപ്പെടുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കോളേഴ്സ്, സുന്നി സ്കോളേഴ്സ്, അവരെല്ലാം വഹാബികളാണ്. കുറച്ചൊക്കെ മതത്തെ കുറിച്ച് അറിയണോലും ഈ മാളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോളി, വഹാബിയാണെന്ന് പറഞ്ഞോളി. അല്ലാതെ ഇങ്ങളെ മാതിരി തോന്നിയ മാതിരി നൂലും ചരടും മന്ത്രവും എല്ലാ ഇബിലീസിന്റെ പണിയെടുക്കണ പോലെ നിങ്ങൾ വഹാബിയാണെന്ന് പറയില്ല. അത് കുറച്ച് ഏറെയാണ്. അന്തർധാരയിൽ വഹാബികളാണ്. ഒരാളും രണ്ടാളൊന്നുമല്ല. സുന്നി സൂഫി എന്ന് കൃത്യമായി പറയാൻ പറ്റിയ ഒരു ഇന്റർനാഷണൽ സ്കോളർ ഉറപ്പിച്ചു പറയാവുന്ന ഒരാൾ
ഇന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഞാൻ എല്ലാവരെയും വലിച്ചു പുറത്തിടുന്നില്ല. ഒരു ഉദാഹരണം കാണിക്കാം. ലോകത്തെ സുന്നി വിഭാഗത്തിന്റെ ഒരു ഇന്റർനാഷണൽ സ്കോളറായി കണക്കാക്കപ്പെടുന്ന ആളാണല്ലോ ഡോക്ടർ ഹംസ യൂസുഫ്. ഈ വ്യക്തിക്ക് ലക്ഷക്കണക്കിന് ലിസണേഴ്സ് ആണുള്ളത്. നമ്മുടെ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളൊരു മുഷാവറ കൂടിയിട്ട് ആരാണ് സുന്നിയാള്, ആരാണ് സുന്നി അല്ലാത്തത്, ആരാണ് പുറത്ത്, ആരാണ് ഉള്ളിൽ എന്നൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെ പറഞ്ഞാൽ മതി. ഇതെന്താ പറയുക, നിങ്ങളൊന്ന് പറയാം നിങ്ങളെ ശിഷ്യനെ അല്ലെങ്കിൽ നിങ്ങളെ ബാക്കി വരുന്ന സിംസാറൊക്കെ വേറെ എന്ന് പറയാം, ഒക്കെ ഒന്നാണേനും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറാൻ നോക്കി. കേരളത്തിലടക്കം 10,000-കണക്കിന് ലിസണേഴ്സ് പലരും ഉണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ഇയാളെ പ്രശംസിക്കുന്ന സുന്നി പ്രഭാഷകരുടെ വീഡിയോസ് സുലഭമാണ്. അതന്നെയാണ് ഞാൻ പറഞ്ഞത് കാസിമി. നിങ്ങൾ ആരെയാണ് പ്രശംസിക്കേണ്ടത്, ആരെ പ്രശംസിച്ചൂടാ, ആര് സുന്നി, ആർക്കൊക്കെ നിങ്ങൾ സുന്നിൻ്റെ നെറ്റിപ്പട്ടം കൊടുത്തുകയെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളാണ് തീരുമാനിച്ചാളി, ഉള്ളെന്ന് തീരുമാനിച്ചാളി. ഒരു മുഷാവറ കൂടിക്കോളി. ആരെച്ചാൽ സമസ്തൻ്റെ നേതാക്കന്മാരെ കൊണ്ട് കൂട്ടിയിട്ട് നിങ്ങൾ മുഷാവറ കൂടിക്കളി. നിങ്ങൾ ഒന്നാണ് നായികക്ക് 40 പറയും ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ 8ആയി 10ആയി നിങ്ങൾ പറയും ചെയ്യും. നിങ്ങളാണെങ്കിൽ ഉള്ളിലില്ലാത്ത പ്രശ്നങ്ങളില്ലേനും. സോഷ്യൽ മീഡിയയിൽ ഇയാളാരാ? തൈമിസ്റ്റ്, അതായത് ആരാ? വഹാബി. നിങ്ങൾ അംഗീകരിക്കാത്തവരൊക്കെ വഹാബിയാണ് കണ്ണിന് വലുതാക്കിയിട്ട് കാര്യമില്ല. കുറേ നിങ്ങൾ തന്നെ പറയാം വഹാബിയാണ്, നിങ്ങളെ ആൾക്കാരനെ പറയാം വഹാബിയല്ല. എന്നിട്ട് നിങ്ങളെ ആൾക്കാർ, നിങ്ങളെ ശിഷ്യന്മാർ നിങ്ങൾക്ക് തലക്ക് സുഖമല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയണമെന്നും പറയാം. ആരെപ്പത് ഇത് വിശ്വസിക്കണ്ടേ? പണ്ടാരാ വലിയ സുന്നി, പക്ഷേ സൗദി വാടക എടുത്തു കഴിഞ്ഞു, നിർവാഹമില്ല. ഒരു ഹംസ യൂസുഫ് മാത്രമല്ല, അബ്ദുൽ ഹക്കീം മുറാദ്, ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. ഞാൻ ഒരു അല്പം കാണിക്കാം. നമ്മുടെ സുന്നി സ്കോളറായ 10,000-കണക്കിന് ലിസണേഴ്സ് കേരളത്തിലുണ്ടായ ആൾക്ക്, സുന്നി നേതാക്കന്മാരും പ്രഭാഷകരും അയാളെപ്പറ്റി പ്രശംസിക്കുന്നത് 1000 കുതിരശക്തിയിലാണ്. ഈ ആളെ ഇന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ സാമ്പിൾ തന്നെ എല്ലാ ആധുനിക സുന്നി സൂഫികൾക്കും വന്നുപോയത്. സൗദി വഹാബികൾ വാടക എടുത്തു കഴിഞ്ഞു. ഒരല്പം കേൾക്കി. അപ്പോൾ ശരിയാണ്, സൗദി വഹാബികൾ പോലെ വാടക എടുത്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്തിനാ നിങ്ങൾ സുന്നി സ്കോളറാണ്, കോളറാണ്, തലമക്കെട്ടാണെന്നൊക്കെ പറയണത് എന്തിനാ? അങ്ങനെ വഹാബികൾ ഏറ്റെടുത്തിക്കണേ നിങ്ങളാണ് ഒഴിവാക്കിക്കളേ. നിങ്ങളിങ്ങനെ തലി പൊത്തിച്ച് നടക്കണ്ടല്ലോ. ഒരല്പം കേൾക്കി. I mentioned yesterday what Ibn Taymiyyah rahimahullah, and I also have immense respect for him. I was taught that Ibn Taymiyyah was a dal mudil. He was astray and he led other people astray. That what I was taught by shuyukh that I still have immense respect for. But I don't believe that anymore. I think that he does have some errors and they have been pointed out by our scholars. But I certainly think that the immense knowledge that he had and his contribution, his book on mantiq is extraordinary. His book on Christianity is extraordinary, and many of his other books. And there's immense knowledge in there. എന്താണ് ഹംസ യൂസുഫ് അവിടെ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്റെ ശൈഖന്മാര് എന്റെ പഠനകാലത്ത് പഠിപ്പിച്ചത് അയാൾ ളാലും മുളില്ലുമാണ്, പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ്. എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇയാൾ എങ്ങനെ സുന്നിയാവുക? ഇയാൾ എങ്ങനെ സുന്നിയാവും? ഭൂലോകം കണ്ട ഏറ്റവും വലിയ ടെററിസത്തിന്റെ അപ്പോസ്തലനല്ലേ ഈ ഇബ്നു തൈമിയ്യ? ഈ ഇബ്നു തൈമിയ്യയെ പറ്റി നമ്മുടെ സുന്നി നേതാക്കൾ എന്താ പറഞ്ഞത്? മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ വന്ന ഹിജ്റ 973 ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വഫാത്ത്. അവരുടെ ശിഷ്യനാണ് മഖ്ദൂം രണ്ടാമൻ. ആ മഖ്ദൂമിയത്ത് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സമസ്ത. ആ സമസ്തയുടെ പ്രഭാഷകരാണ്. അത് നിങ്ങൾ പറയരുത്. സമസ്ത എന്ന് പറഞ്ഞാൽ അവിടെ കുത്താറാത്തീവും നൂലൂതിക്കെട്ടലും ഉറുക്കെയ്തലും ചട്ടിയിൽ വരക്കലും മുട്ടമ്മ എഴുതലും ഇതൊക്കെ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. വെറുതെ അതും പറയല്ലേ. ഇയാളെ പ്രഭാഷണം നമ്മളെ കേൾക്കാൻ പറ്റുമോ? ഇയാളെ മുൻവിധിയില്ലാതെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇയാളെ നമുക്ക് പ്രശംസിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്തായിട്ടുണ്ട് ഇപ്പോ? നിങ്ങളൊന്നും ആകാല്ല. എങ്ങനെയാണെങ്കിൽ തമ്മ് തച്ചുകാണ്ടാണ് പിരിയും, വേറെ ഒന്നുമില്ല. എന്താ ഇയാൾ പറഞ്ഞ്? അയാളുടെ ശൈഖന്മാരായ മുൻഗാമികൾ അയാളെ പഠിപ്പിച്ച വലിയ വലിയ ശൈഖന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ശൈഖന്മാർ വഹാബി ആയിട്ടുണ്ട്, അതും ഫണ്ടിങ് കാരണം. എന്നാൽ വഹാബിയാകാത്ത നല്ല ഒറിജിനൽ ശൈഖന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ ശൈഖന്മാർ ഇബ്നു തൈമിയ്യ എന്നെ പഠിപ്പിച്ചത് ളാലുൻ പിഴച്ചവനാണ്, മുളില്ലുൻ പിഴപ്പിക്കുന്നവനുമാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ ഞാനത് വിശ്വസിക്കുന്നില്ല.
അപ്പോൾ അതാണ് നിങ്ങളെ പ്രശ്നം. ഇബ്നു തൈമിയെ എന്ത് ചെയ്യണം, ലാലും മുദില്ലും ആണെന്ന് പറയണം. അവിടെയാണ് നിങ്ങളെ പ്രശ്നം. അതാണ് പറഞ്ഞാൽ പോരെ. ആ ഒരു കാരണത്താൽ നിങ്ങൾ വഹാബിയാക്കല്ലേ. ആണ് ഏകദേശ സൂഫികളൊക്കെ 99% ആഗോള സൂഫികളെ നിലപാടിതാ. എന്ത് ഫണ്ടിങ്, പണത്തിന്റെ മേൽ പരുന്ത് പറക്കൂല. അതാദ്യം മനസ്സിലാക്കേണ്ട നിങ്ങളാണ്. പണത്തിന്റെ മേലെ പരുന്ത് പറക്കൂല, പരുന്തിന്റെ മേലെ പണവും പറക്കൂല എന്ന്. മേൽ പരുന്ത് പറക്കൂല. ഏതാ ഇബ്നു തൈമിയ? എന്താ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്? അബ്ദുൻ ഖദലഹുല്ലാഹ്, അല്ലാഹു നിന്ദിച്ച വ്യക്തിയാണ് അയാള്. വഅദല്ലഹു വഅസമ്മഹു വഅദല്ലഹു വഅഅമാഹു, അല്ലാഹു തആല പേക്കാനുള്ള സൗകര്യമാണ് അയാൾക്ക് ചെയ്തു കൊടുത്തത്. അയാൾ പേച്ചോയി. എന്തുകൊണ്ട്? പേക്കാൻ തീരുമാനിച്ചാൽ പേക്കോലോ. അള്ളാഹ് നിശ്ചയമില്ലല്ലോ. പേക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ പേക്കാനുള്ള സൗകര്യമാണ് അയാൾക്ക് കിട്ടുക. വഅഅമാഹു, സത്യം മനസ്സിലാക്കാൻ കഴിയാത്ത കുരുടനായി. വഅസമ്മഹു, അയാൾ ചെകിട് പൊട്ടനായി. പഠിക്കേണ്ടത് പഠിക്കാനോ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാനോ കഴിയാതെ ഏറ്റവും നിന്ദ്യനായ വ്യക്തിയാണ് ഇബ്നു തൈമിയ. ഇതാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. ഇബ്നു തൈമിയയെ ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്നവർ കാഫിറാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ചരിത്രത്തിൽ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമസ്തക്കാരകരം. അല്ല മുസ്ലിങ്ങൾ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകളെ കാഫിറാക്കുക, മുനാഫിക്കാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങളെപ്പോലുള്ളവർക്ക് തന്നെ നടക്കുള്ളൂ. ബഹുമാനപ്പെട്ട അലാവുദ്ദീൻ അൽ ബുഖാരി, അയാൾ ആരാ? ഹനഫി ഫഖീഹ് സൂഫി അലാ മദ്ഹബി അഹ്ലി സുന്നത്തി വൽ ജമാഅ വതരീഖത്തിൽ മാതുരിദിയ്യ. കാന മിൻ കുബാരി ഉലമാഇൽ ഹനഫിയ്യ ഫി അസ്രിഹി. അത്രയും വലിയ ആന ഉസ്താദ് ആരാ? സഅദുദ്ദീൻ തഫ്താസാനി. നമ്മുടെ ശറഉൽ അഖീദ നമുക്ക് അഖീദ പഠിപ്പിച്ച സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ആര്? അലാവുദ്ദീൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് അവർ പറഞ്ഞത്? അവരുടെ വീക്ഷണം എന്താ? മൻ അത്ലഖ അല ഇബ്നു തൈമിയ അന്നഹു ശൈഖുൽ ഇസ്ലാം ഫഹുവ ബിഹാദൽ ഇത്ലാഖ് കാഫിർ. മൻ അത്ലഖ അല ഇബ്നു തൈമിയ, ഇബ്നു തൈമിയയുടെ മേൽ ഒരാൾ പറഞ്ഞാൽ അന്നഹു ശൈഖുൽ ഇസ്ലാം, അയാൾ ശൈഖുൽ ഇസ്ലാം ആണെന്ന് പറഞ്ഞ് ബഹുമാനിച്ചാൽ, അയാൾ നല്ലവനായിരുന്നു എന്ന് വിലയിരുത്തിയാൽ ഫഹുവ ബിഹാദൽ ഇത്ലാഖ്, ഈ വാക്കുകൊണ്ട് തന്നെ കാഫിറുൻ, അയാൾ കാഫിറാണ്. എന്തുകൊണ്ട്? കോടാനക്കോടി മുസ്ലിമീങ്ങളെ കാഫിറാക്കിയ വ്യക്തിയാണ്. അങ്ങനെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതനാണ് ഒരാൾ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ കാഫിറാകണമെങ്കിൽ ഈ കേരളത്തിലൊക്കെ എത്ര നിങ്ങളെപ്പോലുള്ള സമസ്തന്റെ നേതാക്കൾ മുഴുവൻ ഇസ്ലാമിക പണ്ഡിതന്മാരാണ് പറയണില്ലേ. ഏറ്റവും വലിയ ഹനഫി പണ്ഡിതൻ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ മഹാനെ പറ്റി, അലാവുദ്ദീൻ അൽ ബുഖാരി തങ്ങളെ പറ്റി പറഞ്ഞത് കാന മിൻ അഹ്ലി ദീനി വൽ വറഇ, വലിയ വറയുള്ള മഹാനായിരുന്നു. വലഹു ഖബൂലുൻ ഇൻദ ദൗല. ഉസ്താദെ ഒന്ന് നിർത്തി, നമുക്ക് എന്ത് ചെയ്യാറിയോ, അടുത്ത പാർട്ടിക്കാണ് മാറ്റാം. അത് നമുക്ക് നല്ലത് ഒന്നുകൂടിയും വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം.